ഒടുവിൽ CPI അല്പം കൊണ്ട് കടന്നുകൂടിയെന്ന് പറയണം. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ അംഗത്വം എടുത്തത് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ഇതുപോലെ മനസ്സുകൊണ്ട് സന്തോഷിച്ച ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല. അദ്ദേഹം AISF-ലും AIYF-ലും പാർട്ടിയിലും നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. വിദേശത്ത് പോലും പാർട്ടിയുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമാവുകയും നേതൃത്വ പദവികൾ അലങ്കരിക്കുകയും ചെയ്ത ആളാണ്. പിന്നീട് MLA ആയി, മന്ത്രിയായി, MP ആയി. അന്നൊന്നും തോന്നാത്തൊരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം അതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനുണ്ടായത്. സമയം അല്പം എടുത്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ, ഈ അണികളെ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വാഴ്ത്തുന്ന CPM-ന്റെ നേതാവിനെ വരച്ച വരയിൽ കൊണ്ടു നിർത്താൻ സാധിച്ചതിൻ്റെ സന്തോഷം. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം പുറത്തു വരുമ്പോൾ നമ്മുടെ ബിനോയ് വിശ്വം ഈ പട്ടത്തെ, തിരുവനന്തപുരത്ത് പട്ടത്തെ CPI-യുടെ താൽക്കാലിക സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. MN സ്മാരകത്തിൽ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ വിവരം അദ്ദേഹം അറിയുന്നത്. വൈകിട്ട് 8 മണിക്ക് തന്നെ വിവരം കിട്ടിയതാ. അതായത് അജിത് കുമാറിനെതിരായിട്ട് നടപടി ഉണ്ടാകുമെന്ന് CPM നേതാക്കൾ വിളിച്ച് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി ഓഫീസിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ വലിയ ഭാർഗവൻ, അതുപോലെ തന്നെ CK ചന്ദ്രപ്പൻ, കാനം രാജേന്ദ്രൻ, ഇവരുടെയൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ വാർത്ത കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെയാണ്. പിണറായി വിജയൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഘടകകക്ഷി മന്ത്രിയെ മാറ്റണമെന്ന് CPI ആവശ്യപ്പെട്ടപ്പോൾ അതിന് CPM പിണറായി വിജയൻ തയ്യാറാവാതിരുന്നപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ മന്ത്രിമാരെ പിൻവലിച്ച ചരിത്രവും പാരമ്പര്യവും ഉള്ള ഒരു പാർട്ടിയാണ്. ആ പാരമ്പര്യം അല്പമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് ബിനോയ് വിശ്വത്തിൻ്റെ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി. അതുമാത്രമല്ല, ഈ പ്രതികരണം ചോദിച്ചു വരുന്ന ചാനൽ ലേഖകന്മാർക്ക് അവിടെ വെച്ച് തന്നെ ഓൺ ദ സ്പോട്ട് പ്രതികരണം നൽകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പാർട്ടി ഓഫീസിലേക്ക് വന്നത്. എന്തായാലും CPI പെരുത്ത സന്തോഷത്തിലാണ്. അടുത്ത കാലത്തൊന്നും ആ പാർട്ടി അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മനിർവൃതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച പാർട്ടി ഓഫീസുകളിൽ പതാക ഇരട്ടി ഉയരത്തിൽ കെട്ടാനും അതുപോലെ ലോക്കൽ കമ്മിറ്റി തലത്തിൽ പായസമുണ്ടാക്കി നാട്ടുകാർക്ക് വിതരണം ചെയ്യാനും പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പട്ടം ഭാഗത്തുള്ള ആളുകൾ പറയുന്നത്. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ഇന്നലത്തെ തീരുമാനം, അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഈ ഉത്തരവ് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ദുഃഖസൂചകമായിട്ട് ഇന്ന് CPIക്ക് അവരുടെ പതാകകൾ പകുതി താഴ്ത്തി കെട്ടേണ്ടി വരുമായിരുന്നു. ഏതായാലും നെഞ്ചത്തെ വേവ് വെള്ളം അല്പമൊന്ന് തണുത്തു എന്ന് തന്നെ പറയാം. ഈ അജിത് കുമാറിനെ ഈ പദവിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ചില കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് CPI ഇന്നലെ CPM-നെ അറിയിച്ചു എന്നാണ് മലയാള മനോരമ പത്രം പറയുന്നത്. അതായത് ഒരു സ്വതന്ത്ര നിലപാട് പാർട്ടി എടുക്കും, വേണ്ടി വന്നാൽ മുന്നണി വിട്ടുപോകാനും തയ്യാറാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു കത്ത് MV ഗോവിന്ദൻ വഴി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് എത്തിച്ചു, അല്ലെങ്കിൽ ആ സന്ദേശം അവിടെ എത്തിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ എന്ന് നമുക്കറിയില്ല. ബിനോയിയോട് അത്ര താല്പര്യമൊന്നുമില്ലാത്ത ഒരു നേതാവിനോട് രാവിലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിന്നെ CPM-ന് സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് കത്തെഴുതിയല്ലേ എന്നാണ്. ഏതാണ് ശരിയെന്നറിയത്തില്ല, പക്ഷേ ശരിയാവാനൊരു സാധ്യതയുണ്ട്. കാരണം മനോരമയ്ക്ക് CPI-യിൽ നല്ല സോഴ്സുകളുണ്ട്, വാർത്താ ഉറവിടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശരിയാവാനും വഴിയുണ്ട്. പക്ഷേ നമുക്കൊക്കെ പിണറായി വിജയൻ ആരാണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ രീതികളറിയാം. അദ്ദേഹത്തിന് CPI ഇങ്ങനെ ഒരു കത്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. MV ഗോവിന്ദൻ്റെ കയ്യിൽ ബിനോയ് വിശ്വം കത്ത് കൊടുത്തു, പാർട്ടി സെക്രട്ടറി ടു പാർട്ടി സെക്രട്ടറി. അങ്ങനെ ഒരു കത്ത് കൊടുത്താൽ സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ അതിനോടെടുക്കുന്ന സമീപനം എന്തായിരിക്കും? അദ്ദേഹം പറയുക സാധാരണഗതിയിൽ, എന്നാൽ പിന്നെ ഈ സ്വതന്ത്ര നിലപാടെടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം MR അജിത് കുമാറിനെ മാറ്റണോ മാറ്റണ്ടായോ എന്ന്. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പിണറായി വിജയൻ ഈ വാർത്ത നിഷേധിക്കുമോ എന്നുള്ളതാണ്. അതായത് സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് CPI അയച്ചു എന്ന് പറയുന്ന കത്ത് അങ്ങനെയൊന്നുണ്ടോ ഇല്ലയോ എന്നത്.
അദ്ദേഹം ഒരുപക്ഷെ ഒരു വിശദീകരണം തന്നേക്കാം. അപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ അതിന് ധാരാളം അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം അതിൻ്റെ മറുവശം പറഞ്ഞാൽ, അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അജിത് കുമാറിനെ താൽക്കാലികമായിട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുക, ബറ്റാലിയൻ്റെ ചുമതല മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ത്യൻ ജയിൽസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മനോജ് എബ്രഹാമിനാണ് ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ജയിൽസിൽ വേറെ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു താൽക്കാലിക ഏർപ്പാടാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമുണ്ടായി. അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പുറത്തായി. ഇതിനിപ്പോൾ ധാരാളം അവകാശികളുണ്ട്. ഒന്ന് PV അൻവറ. വാസ്തവത്തിൽ അദ്ദേഹമാണ് ഇഷ്യൂ പോലീസിനെതിരായിട്ട്, അതിനെ തുടർന്ന് സർക്കാരിനും പിണറായി വിജയനുമെതിരായിട്ട് ഒരു പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ്. അതുപോലെയാണ് CPI. അവർ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, ADGP MR അജിത് കുമാർ 2 RSS നേതാക്കളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം, അതുപോലെ തന്നെ പൂരം കലക്കുന്നതിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പങ്ക്. ഈ പൂരം കലക്കലിനെ തുടർന്നാണ് തൃശ്ശൂരിൽ CPIക്ക് പരാജയം സംഭവിച്ചതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ അജിത് കുമാറിനെതിരായിട്ടുള്ളൊരു പരസ്യമായ നിലപാടെടുത്തത്, അദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യപ്പെട്ടത്. അതൊരു വലിയ സമ്മർദ്ദമായിരുന്നു. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി അവരങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ അതിനെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാനും പറ്റാത്ത ഒരു അവസ്ഥ. മൂന്നാമത്തേത്, നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലെ പ്രതിപക്ഷ പേടി. ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, പ്രതിപക്ഷം എണ്ണത്തിൽ കുറവാണെങ്കിലും നിയമസഭയിൽ ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ CPI എന്ത് നിലപാടെടുക്കും എന്നുള്ളതും വളരെ പ്രധാനമാണ്. ബിനോയ് വിശ്വം ഇങ്ങനെ ഒരു കത്ത് കൊടുത്തോ കൊടുത്തില്ലയോ അതവിടെ നിൽക്കട്ടെ. പക്ഷേ അവർ കൂടെ ഉന്നയിച്ചൊരു ആവശ്യം, അതിൻ്റെ പേരിൽ നിയമസഭയിൽ പ്രതിപക്ഷം പോരടിക്കുമ്പോൾ CPIക്ക് എന്ത് നിലപാടെടുക്കാൻ പറ്റും? ഇതൊക്കെ CPMനെ അല്ലെങ്കിൽ പിണറായി വിജയനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ വിഷയത്തെ മൊത്തത്തിൽ സമീപിക്കുമ്പോൾ അൻവറാണ് പോലീസിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു വികാരത്തിന് തുടക്കമിട്ടത് എന്ന് പറയേണ്ടി വരും. അതുപോലെ അതൊരു രാഷ്ട്രീയ വിഷയമായി വളർന്നു വന്നത്, അൻവർ ഉന്നയിച്ചത് ചില കൊലക്കേസുകളിലെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രശ്നങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയായിരുന്നു. അതൊന്നും അജിത് കുമാറിനെതിരായിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ DGP കൊടുത്ത റിപ്പോർട്ടിൽ കാര്യമായിട്ട് പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇതിനൊരു രാഷ്ട്രീയ മാനം കൈവന്നത് RSS നേതാക്കളുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചയാണ്. അത് പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. CPI നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂരം കലക്കലിനെ ഇതുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടുത്തി വിഷയത്തെ കൈകാര്യം ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ RJD നേതാവ് വർഗീസ് ജോർജാണ് മറ്റൊരു വിഷയം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെച്ചത്. അതായത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചാലും ഈ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അത് ക്രമസമാധാന ചുമതലയുള്ള ADGP, അദ്ദേഹം 2 RSS നേതാക്കളെ രഹസ്യമായി കണ്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതാണ് RJD നേതാവ് വർഗീസ് ജോർജ് പറഞ്ഞത്. അത് CPMനെ അവഗണിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നില്ല. ഇപ്പോൾ ഈ പാർട്ടികളുടെയോ അല്ലെങ്കിൽ അൻവറിൻ്റെയോ ഇക്കാര്യത്തിലെ പങ്ക് അവിടെ നിൽക്കട്ടെ. 2 പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ, 2-3 പ്രധാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അജിത് കുമാറിൻ്റെ പുറത്താക്കലിന് കാരണമായിട്ടുണ്ട്. ഒന്ന്, ഇതുവരെ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്ന ഇടതുപക്ഷ മുന്നണി, അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPM, അവർക്കൊക്കെ പ്രിയങ്കരനായ ഒരു ഉദ്യോഗസ്ഥൻ വളരെ നിർണായകമായ സന്ദർഭങ്ങളിൽ, തെരഞ്ഞെടുപ്പ് പോലെ അല്ലെങ്കിൽ വളരെ സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ അദ്ദേഹം ഈ RSSൻ്റെ, അതായത് ഇടതുപക്ഷ മുന്നണി അതിശക്തമായിട്ട് എതിർക്കുന്ന സംഘപരിവാരത്തിലെ പ്രധാന കേന്ദ്ര ബിന്ദുവായ RSSൻ്റെ 2 നേതാക്കളെ രഹസ്യമായി കണ്ടു. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ. പിന്നീട് അൻവർ ഇളക്കിവിട്ട ചില ചിന്തകൾ പോലീസിനെതിരായിട്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും പിണറായി വിജയനുമെതിരായിട്ട്, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPMൻ്റെ സമ്മേളനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ, അതുപോലെ ചർച്ചാ വിഷയമായിട്ട് അത് ഈ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു പ്രധാന അജണ്ടയായിട്ട്
മാറിയിരിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ അങ്ങോട്ട് അദ്ദേഹം ആദ്യമായിട്ട് അൻവറിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ ഒരു ഞായറാഴ്ചയായിരുന്നു. പിന്നീട് നടന്ന സമ്മേളനങ്ങളിലൊക്കെ ഇത് ചർച്ചാ വിഷയമാവുകയാണ്. താഴെത്തട്ട് മുതൽ പിണറായിയുടെ ഏകാധിപത്യ പ്രവണത, അല്ലെങ്കിൽ ധാർഷ്ട്യം, സർക്കാരിൻ്റെ പരാജയങ്ങൾ, ഭൂരിപക്ഷ വർഗീയതയുമായി രമ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്തു വരികയാണ്. തിരുവനന്തപുരത്ത് നഗരത്തിലെ ഒരു ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ, സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് കയ്യാങ്കളി തന്നെ ഉണ്ടായെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. എറണാകുളത്ത് പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള 11 ബ്രാഞ്ച് കമ്മിറ്റികളിൽ പുതുതായിട്ട് വന്ന സെക്രട്ടറിമാരെ മാറ്റേണ്ടി വന്നു. ഈ വക തർക്കങ്ങളുമുണ്ട്. പലയിടങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങൾ അലങ്കോലപ്പെടുന്ന സാഹചര്യമുണ്ട്. കണ്ണൂരിൽ പോലും ഇതെല്ലാം അൻവർ ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ച ചില വിഷയങ്ങളെ ചൊല്ലി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ നടന്ന ചർച്ചകളാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനോ അല്ലെങ്കിൽ പിണറായി വിജയനോ എതിരായിട്ടുള്ളൊരു വലിയ വികാരം വളർന്നു വരുന്നതായിട്ട് നേതൃത്വം മനസ്സിലാക്കി അത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ 2 വിഷയങ്ങൾ യാതൊരു സംശയമില്ല അജിത് കുമാറിൻ്റെ സ്ഥാനമാറ്റത്തിൻ്റെ പിന്നിൽ കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അജിത് കുമാറിനെ മാറ്റിയ വാർത്ത ഉണ്ടായ ഉടനെ തന്നെ പ്രതികരണവുമായിട്ട് നമ്മുടെ അൻവർ വന്നു. അജിത് കുമാറിൻ്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കും എന്ന് പറഞ്ഞവൻ്റെ പേര് അൻവർ എന്നാണ്. PV അൻവർ, പുത്തൻ വീട്ടിൽ അൻവർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിന് മറുപടിയായോ അല്ലെങ്കിൽ നമുക്കതിന് ബദലായെന്ന് കണക്ക് കൂട്ടാവുന്ന മറ്റൊരു പ്രതികരണം ഇതുപോലെ ഫേസ്ബുക്കിൽ വന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെയാണ്, PM മനോജ്. അദ്ദേഹം പറഞ്ഞു, എടാ മോനെ, ഇത് വേറെ പാർട്ടി, പോയി തരത്തിൽ കളിക്ക്. വാസ്തവത്തിൽ വളരെ രസകരമായി തോന്നി ഈ 2 പ്രതികരണങ്ങളും. രണ്ടുപേരും ഈ പ്രോട്ടോക്കോളൊക്കെ അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അൻവർ അദ്ദേഹം MLA ആണ്, അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനിട്ടൊരു താങ്ങി. മനോജ് പ്രസ് സെക്രട്ടറിയാണ്, ഒരു ഉദ്യോഗസ്ഥരാണ്. ആ ലെവലിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്വന്തം പാർട്ടിയിലെ ഒരു സ്വതന്ത്ര MLA ആയിരുന്ന അൻവറിനിട്ട് ഒന്ന് പൂശി. വളരെ രസകരമായിരുന്നു ഈ പ്രതികരണങ്ങൾ. മലയാള മനോരമ ഇന്ന് കൊടുത്ത ഒരു ഹെഡിങ്, ശീർഷകം CPM മുഖം രക്ഷിച്ചു എന്നാണ്. വാസ്തവത്തിൽ അതിന് പകരം പറയേണ്ടത് CPM തടി കാത്തു അല്ലെങ്കിൽ തടി രക്ഷിച്ചു എന്നുള്ളതാണ്. അതായത് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഈ തീരുമാനം വന്ന ശേഷം CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ ചാനൽ പ്രതിനിധികൾ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞൊരു വാചകം, അതായത് ഇപ്പോൾ അല്പം വൈകിപ്പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് നടക്കുമെന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ എന്ന്. ഈ ഇന്നലെ എന്ന് പറയുമ്പോൾ ഈ ആരോപണം ഉണ്ടായിട്ട് അന്ന് 34 ദിവസമാണ്. ഇന്ന് 35ാമത്തെ ദിവസമാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മുഖ്യമന്ത്രി ഇത് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിനോയ് വിശ്വം പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് ഇത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണെന്ന്. കോമ്രേഡ് ബിനോയ്, അത്രയ്ക്ക് അങ്ങോട്ട് പോകണോ? നിങ്ങൾ തൽക്കാലത്തേക്ക് CPM-നെ, മുഖ്യമന്ത്രിയെ ഒന്ന് മുട്ടുകുത്തിച്ചു, അത് താൽക്കാലികമാണെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പേരിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് സ്വയം പുകഴ്ത്തേണ്ട കാര്യമുണ്ടോ? ഖ്യാതി പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിക്കേണ്ട കാര്യം കൂടിയാണ് ഇതെന്ന് തോന്നുന്നു. അവിടെ ഇടതുമുന്നണിക്ക് ഒരു ചെയർമാനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ തന്നെ കൺവീനറുണ്ട്, TP രാമകൃഷ്ണൻ. മുന്നണിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ അവരാരെങ്കിലും പറയുന്നതല്ലേ ഭംഗി? ഒരു ഘടകകക്ഷി നേതാവ് മാത്രമായ താങ്കൾ ഇങ്ങനെ കയറി ഒരു അഭിപ്രായം പറയേണ്ടതുണ്ടോ? താങ്കൾക്ക് അതിനുള്ള അവകാശമുണ്ട് കേട്ടോ, അത് യാതൊരു സംശയവുമില്ല. ഞാനിത് പറയാൻ കാര്യം, നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ ഒരു ചർച്ച വന്നപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പ്രകാശ് ബാബു ഒരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ താങ്കൾ പറഞ്ഞു അത്രേ. അങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ CPIയുടെ കാര്യം പറയാൻ സെക്രട്ടറി ഉണ്ട്, പ്രതികരിക്കാൻ അദ്ദേഹമുണ്ട്, വേറെ ആരും കയറി കളിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ഇവിടെ LDF-ൽ തർക്കമുണ്ടായി. അതിൽ പ്രധാന കക്ഷിക്ക് ഒരു തട്ടുകേട് പറ്റി, ഒരു വീഴ്ച പറ്റി. ആ വീഴ്ച, CPM-ന് പറ്റിയ വീഴ്ച LDF-ൻ്റെ ഒരു രാഷ്ട്രീയ വിജയമാണെന്ന് അങ്ങോട്ട് പറയേണ്ടതുണ്ടോ എന്നൊരു ചെറിയ സംശയം ഇവിടെ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ നോവിച്ചു വിട്ടിരിക്കുന്നത് ഒരു മൂർഖനെയാണ്, പിണറായി വിജയൻ. അദ്ദേഹം അങ്ങനെ ബിനോയ് വിശ്വത്തിൻ്റെ മുമ്പിൽ തോറ്റു തരാൻ തയ്യാറാവുന്ന ആളൊന്നുമല്ല. ഇങ്ങനൊരു തട്ടുകേട് സംഭവിച്ചു പോയി ഈ പ്രത്യേക സാഹചര്യത്തിൽ.
നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരാളെയാണ് ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ താഴെ ഇറക്കി നിർത്തേണ്ടി വന്നിരിക്കുന്നത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുന്ന ആളല്ല നമ്മുടെ പിണറായി വിജയനെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ നാളെ ഇത് മാറിയും മറിഞ്ഞൊക്കെ വരാൻ കേട്ടോ. നമ്മുടെ ഈ അജിത് കുമാറിൻ്റെ കാര്യം തന്നെ, ഈ സ്വപ്ന സുരേഷിൻ്റെ കേസുണ്ടായപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ഒരു സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും ടെലിഫോൺ പിടിച്ചു വാങ്ങുകയൊക്കെ ചെയ്തൊരു കേസുണ്ടായി. അന്ന് ഇദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള വിഭാഗത്തിൻ്റെ തലവനാക്കി മാറ്റിയതാണ്. പക്ഷേ 4 മാസം തികയുന്നതിന് മുമ്പ് അദ്ദേഹം കൂടുതൽ ശക്തിമാനായി ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് ഫോഴ്സിലേക്ക് തിരികെ വന്നു. അതും മറക്കണ്ട. പക്ഷേ ഏറ്റവും അവസാനം ഒരു ചോദ്യം അവശേഷിക്കുന്നു, കോമ്രേഡ് ബിനോയ് വിശ്വം. അതാണ് പ്രധാനം. അജിത് കുമാറിനെ മാറ്റിയില്ലയോ എന്നതിനപ്പുറത്ത് എന്തിനായിരുന്നു MR അജിത് കുമാർ ഈ 2 RSS നേതാക്കളെ കണ്ടത്? ആർക്കു വേണ്ടിയായിരുന്നു? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്.